എന്റേതായ ഐഡന്റിറ്റി തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് നീ പറഞ്ഞാ പോരാ. ചന്ദ്രിക, അതായത് നിന്റെ അമ്മ എന്ന് നീ പറയുന്ന ആ അവളുണ്ടല്ലോ, അവൾ എന്റെ മുമ്പിൽ വന്ന് നേരിട്ട് പറയട്ടെ. എന്താ? അല്ലെങ്കിൽ ചന്ദ്രികയുടെ DNA റിപ്പോർട്ടും നിന്റെ DNA റിപ്പോർട്ടും എനിക്ക് കിട്ടണം. നടക്കുവോ? അല്ലാതെ നിനക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ വർമ്മയുടെ നിറം മാറും. കൊച്ചനെ, നീ ഇനി കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു ചുക്കുമില്ല. ഈ വർമ്മയ്ക്ക് വേണ്ടി ഫീസ് ഇല്ലാതെ വാദിക്കാൻ സുപ്രീം കോടതിയിൽ വരെ വക്കീലന്മാരുണ്ട്. അറിയോ നിനക്ക്? എന്റെ കയ്യിലെ സമ്പാദ്യം കണ്ടിട്ട് നീ ഇനി 100 കൊല്ലം കേസ് വാദിച്ചാലും അവസാനം നിന്റെ വിധി എന്താണെന്നറിയോ? ഗോപി. വർമ്മ സാറിനെ ഈ പ്രകാശനെ ശരിക്കും അറിയില്ല. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ രാജരക്തം ഒഴുകുന്ന വയറ്റിൽ തന്നെയാ ഈ പ്രകാശൻ 10 മാസം കിടന്നിട്ടുള്ളത്. അതിന്റെ വീറും വാശിയൊക്കെ ദാ നോക്ക്, എനിക്കുണ്ട്. ഈ പേപ്പടിയാക്കലൊന്നും എന്നോടും വേണ്ട. നിങ്ങളുടെ കയ്യിൽ സുപ്രീം കോർട്ട് വക്കീലല്ല ജഡ്ജി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പ്രകാശൻ വാങ്ങാനുള്ളത് മുഴുവനും വാങ്ങിച്ചിരിക്കും. പോയി യഥാർത്ഥ അവകാശം കൊണ്ടോടാ പരമച്ചേറ്റെ. ഇനി ഒരു നിമിഷം നിന്നിവിടെ കണ്ടാലുണ്ടല്ലോ, വെട്ടി നുറുക്കി ഞാൻ വാഴക്കിടും. എന്റെ മുഖത്ത് കൈ ചൂട്ടുന്നോടാ. പറയുന്നത് കേക്ക്.